സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ ഫ്രീ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്ന് 2023 മെയ് 9 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,264 നിന്ന് 39 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,303 ഇന്ന് ആരംഭിച്ചത്. 18,344 ഡേ ഹൈയും 18,229 ഡേ ലോയും വന്നത് വഴി 114 പോയിന്റിൻ്റെ അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 18,303 നിന്ന് 37 പോയിന്റ് നഷ്ടത്തിൽ 18,265 മാർക്കറ്റ് അവസാനിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 2 പോയിന്റിൻ്റെ ലാഭം മാത്രമാണ് നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് ഏകദേശം അതേ സ്ഥലത്ത് തന്നെ ഇന്നും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,764 നിന്ന് 115 പോയിന്റ് ഗ്യാപ്പോട് കൂടി 61,879 ഇന്ന് ആരംഭിച്ചത്. 62,027 ഇന്നത്തെ ഡേ ഹൈയും 61,654 ഡേ ലോയും വന്നത് വഴി 372 പോയിന്റിൻ്റെ അഥവാ 0.6% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,879 നിന്നും 118 പോയിന്റ് നഷ്ടത്തോടു കൂടി 61,761 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ സെൻസെക്സിന് 3 പോയിന്റ് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ആരംഭിച്ചത് 12.64 ഡേ ഹൈ 12.82 ഡേ ലോ 11.66 വന്നത് വഴി 0.32% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 12.68 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,284 നിന്ന് 155 പോയിന്റ് ഗ്യാപ്പോട് കൂടി 43,438 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 43,533 ഡേ ലോ 43,125 വന്നത് വഴി 407 പോയിന്റിൻ്റെ അഥവാ 0.94% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,438 നിന്നും 240 പോയിന്റ് നഷ്ടത്തോടു കൂടി 43,198 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 86 പോയിന്റിന് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,303 നിന്നും 57 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,360 ഇന്ന് ആരംഭിച്ചത്. 19,424 ഡേ ഹൈയും 19,238 ഡേ ലോയും വന്നത് വഴി 186 പോയിന്റിൻ്റെ അഥവാ 0.96% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,360 നിന്നും 85 പോയിന്റ് നഷ്ടത്തിൽ 19,274 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 29 പോയിന്റിൻ്റെ നഷ്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇനി BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 49,201 നിന്ന് 153 പോയിന്റ് ഗ്യാപ്പോട് കൂടി 49,354 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 49,442 ഡേ ലോ 49,023 വന്നത് വഴി 418.83 പോയിന്റാണ് നമുക്ക് ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടിയത് അഥവാ 0.85%. ഇന്ന് ആരംഭിച്ച 49,354 നിന്നും 262 പോയിന്റുകൾ നഷ്ടപ്പെട്ട് 49,098 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 110 പോയിന്റിന് നഷ്ടമാണ് ബാങ്ക് എക്സിന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ ഡിവിസ് ലാബ് ഇന്ന് 3% ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. UPL, PNB, PFC, ബാങ്ക് ഓഫ് ബറോഡ എന്നീ സ്റ്റോക്കുകൾ എല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടം വരുത്തി വച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,375 കോടിയുടെ ബൈയിങ്ങും 7,433 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,942 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7,148 കോടിയുടെ ബൈയിങ്ങും 6,744 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 404 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന് നടത്തിയത്. രണ്ട് കൂട്ടരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ബൈയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ പണം മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,346 കോടിയുടെ നിക്ഷേപം മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ നാളെ റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ BASF ഇന്ത്യ ലിമിറ്റഡ്, ബോഷ് ലിമിറ്റഡ്, സെറാർ സാനിറ്ററി വയർ, ഡോക്ടർ റെഡ്ഡീസ്, എസ്കോട്ട്സ് ലിമിറ്റഡ്, ഗോകുൽ അഗ്രോ റിസോഴ്സസ് ലിമിറ്റഡ്, ഗുജറാത്ത് ഗ്യാസ്, HG ഇൻഫ്ര,
ജയ് ഭാരത് മാരുതി ലിമിറ്റഡ്, JBM ഓട്ടോ ലിമിറ്റഡ്, കാബ്ര എക്സ്ട്രൂഷൻ ടെക്നിക് ലിമിറ്റഡ്, L&T, MAS ഫിനാൻഷ്യൽ സർവീസസ്, മഹാലക്ഷ്മി റബ്ബർ ടെക്, ഓർക്കിഡ് ഫാർമ, പ്രോക്ടർ ആൻഡ് ഗാംബി ഹൈജീൻ ഹെൽത്ത് കെയർ ലിമിറ്റഡ്, രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ്, റിലാക്സോ ഫുട്വെയർ, റെപ്രോ ഇന്ത്യ ലിമിറ്റഡ്, ആർ സിസ്റ്റം ഇന്റർനാഷണൽ ലിമിറ്റഡ്, സനോഫ് ഇന്ത്യ ലിമിറ്റഡ്. പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ നാളെയാണെന്ന് തോന്നുന്നു. SIL ലിമിറ്റഡ്, ടൈൻവാല കെമിക്കൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ്, വെങ്കീസ് ഇന്ത്യ ലിമിറ്റഡ്, വെൽസ്പൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽസ് ലിമിറ്റഡ്. ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇതിനകത്ത് റിലാക്സോ, അതേപോലെ എന്താ പറയുക സനോഫി, അതുകൂടാതെ ഇതാണ് L&T, JBM, അതേപോലെ ഗുജറാത്ത് ഗ്യാസ്, ഇങ്ങനെ കുറേ BSF, ബോഷ്, അതേപോലെ സിറ, ഡോക്ടർ റെഡ്ഡീസ്, എസ്കോട്ട്സ്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളാണ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് റിസൾട്ടിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 28,420 രൂപയുടെ പ്രോഫിറ്റാണ്, ഇൻട്രാഡേ പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 28.42% ഞങ്ങളുടെ ഇന്നത്തെ പ്രോഫിറ്റ്. ഈ മാസം നോക്കുകയാണെങ്കിൽ 52 ട്രേഡുകളിൽ നിന്നും 1,23,284 രൂപയുടെ പ്രോഫിറ്റാണ് ഈ 9 ദിവസം കൊണ്ട് ഞങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇനിയും ദിവസങ്ങൾ കുറേ ബാക്കി കിടക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് നമ്മുടെ ട്രേഡുകൾ പോകുന്നത് എന്നുള്ളത്. 3 ഇൻഡെക്സുകളിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്നത്: നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി. ഇനി ഇനി നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ, ലെവൽസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് R2-ൽ ഓപ്പണായി. R2-ൻ്റെ മുകളിൽ ഓപ്പണായിട്ട് R2-ലേക്ക് വന്നു. R2-ൽ അതായത് യെസ്റ്റർഡേ ഹൈയും R2-ഉം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പോൾ യെസ്റ്റർഡേ ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് R3-ലേക്ക് കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഈ R3-ൽ നിന്നും ഒരു പൊട്ടലുണ്ടായി, അതായത് ഒരു വീഴ്ചയുണ്ടായി. ആ വീഴ്ചയാണ് ശരിക്കും ഞങ്ങൾക്ക് പ്രോഫിറ്റായി ഭവിച്ചത്. ഈ 18,337 എന്ന ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും എന്നുള്ളത് അതൊരു ഹിസ്റ്ററിക്കൽ ഡാറ്റ പാറ്റേൺ ആയിരുന്നു. ഗ്രൂപ്പിൽ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 18,341 എന്നുള്ളത് ഇതുവരെയുള്ള നിഫ്റ്റിയുടെ ഹിസ്റ്ററി പാറ്റേൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ അതിൽ പ്രൈസ് റിജക്ഷൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും അത് ഞങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സേഫായിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ സാധിച്ചു. ഇവിടുന്ന് 18,337 താഴെ കട്ട് ചെയ്യുമ്പോൾ കിട്ടിയ എൻട്രി അത് യെസ്റ്റർഡേ ഹൈയും കട്ട് ചെയ്ത് താഴോട്ട് വന്നിട്ട്, യെസ്റ്റർഡേ ഹൈ ആണ് ലോ ആണ്, ഇത് യെസ്റ്റർഡേ ഹൈ ആണ്. യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്ത് താഴെ വന്നിട്ട് R1-ൽ നിന്ന്, അതായത് 18,246 വന്നിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഈ ട്രേഡ് ക്ലോസ് ചെയ്തതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണി 2:10 കൂടി ഞങ്ങൾ അവസാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്രേഡിംഗ് എല്ലാം തന്നെ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി മറിച്ചല്ല. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് R3-യുടെ മുകളിലായിട്ടാണ്. R1, R2, R3-യുടെയും R4-ൻ്റെ മുകളിലായിട്ടാണ്. ഇത് അഡീഷണൽ ലെവൽസ് ആണ് ഇന്ന് കൊടുത്തത്. 43,419, 43,503, 587 രാവിലെ ഇന്ന് അഡീഷണൽ ആയിട്ട് ലെവൽസ് കൊടുത്തതാണ്. അതെല്ലാം ഗ്രൂപ്പിലും ചാനലിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് R4-ൻ്റെ അടുത്ത് നിന്ന് കട്ട് ചെയ്ത് താഴോട്ട് വന്നു. R3-യും കട്ട് ചെയ്ത് താഴോട്ട് പോയ മാർക്കറ്റ് പെട്ടെന്ന് റിക്കവർ ആവുന്നതാണ് കണ്ടത്. ഇവിടെയൊക്കെ രാവിലെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. യെസ്റ്റർഡേ ഹൈയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിയപ്പോൾ ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് കിട്ടി. അവിടുന്ന് വീണ്ടും എത്ര മണിക്കാണ് 1 മണിക്ക് ഉണ്ടായിരുന്ന ഈ റിജക്ഷനിൽ ഈ ഒരു ഫോള് പ്രോപ്പറായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തു. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബാങ്ക് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്നവരിന്ന് 60% പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അത് പൊസിഷൻ സൈസിങ്ങിലൂടെയാണ് അവർ അത്രയും പ്രോഫിറ്റ് നേടിയെടുക്കുന്നത്. നോർമലി ഞങ്ങൾ അത്രയും വലിയ പൊസിഷൻസ് എടുക്കാറില്ല. എങ്കിൽ കൂടി ഇൻഡിവിജ്വൽസ്, അതായത് ഇതിനകത്തുള്ള അംഗങ്ങൾ പല രീതിയിൽ പൊസിഷൻ സൈസ് ചെയ്യാറുണ്ട്. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്കിനെ അപേക്ഷിച്ച് അവർ നല്ല പൊസിഷൻ സൈസ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ 12:50 1 മണിക്ക് വന്ന ഈ ഒരു ഫോളാണ് ശരിക്കും ഇന്ന് എല്ലാ ഓപ്ഷൻ ബയേഴ്സിനും കാശുണ്ടാക്കി കൊടുത്തത്. സോ ഫസ്റ്റ്ലി ഇത് ഇവിടെ വന്ന്, അതായത് നമ്മുടെ ബ്രേക്ക് R1-ൽ 43,166 വന്ന് ഈ ഒരു റിജക്ഷൻ വരുന്നത് വരെയും ഞങ്ങൾക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റി. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ട്രേഡ് എക്സിറ്റ് ആയത്. തീർച്ചയായിട്ടും ഹ്യൂജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി യെസ്റ്റർഡേ ഹൈയോട് അടുപ്പിച്ചാണ് ഓപ്പൺ ആയത്.
രാവിലത്തെ സെഷൻ ഓൾ ഓവർ അതൊരു റേഞ്ച് ബോണ്ടായിട്ടായിരുന്നു മൂവ് ചെയ്തത്. ആഫ്റ്റർനൂണിൽ ഏകദേശം 12 മണി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈ വന്നത്. നോർമലി ഫിൻനിഫ്റ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫിൻനിഫ്റ്റിയിൽ നമ്മൾ നാളെ ഹൈ വരും എന്ന് പറഞ്ഞു തരുന്ന ഈ യെല്ലോ ലൈൻ അഥവാ എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് നിങ്ങൾക്ക് റാസ് ലെവൽസ് എഴുതി തരുന്ന ഈ ഒരു ലെവൽ, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫിൻനിഫ്റ്റി നോർമലി പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ റിജക്ഷൻ വരും, മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ടും ആ രീതിയിൽ തന്നെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് ഇന്ന് എക്സ്പയറി ഡേ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇതിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 19,429 ടച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട് താഴോട്ട് ഇറങ്ങി തുടങ്ങിയത്. യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങി 6.1 വന്നിട്ടാണ് ഇന്ന് നിന്നിട്ടുള്ളത്. അവിടെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ട്രേഡേഴ്സിനോട് സഹകരിച്ചിട്ടുണ്ട്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി ഓവറോൾ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് അവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിലായിട്ട് താഴോട്ട് വന്ന് നമ്മുടെ സപ്പോർട്ട് 18,234 എന്ന സപ്പോർട്ട് ലൈൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ ഒരു പ്രവചനം സാധ്യമല്ല. ഇതിനകത്ത് കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സ് വെച്ചിട്ട് ഒരു ഏകദേശം കൈരേഖാശാസ്ത്രം പറയുന്നത് പോലെയുള്ള കുറേ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടും നിഫ്റ്റി ഈ ലെവൽ തൊട്ട് ഈ ലെവൽ വരെ പോയി അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഇവിടത്തേക്ക് കയറിപ്പോകും എന്ന് പറയാൻ പറ്റുക എന്ന് പറയണം. അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കണം, ഒരിക്കലും അത് ഞാനല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയുക എന്നെ കൊണ്ടെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരെ കൊണ്ടും ഇമ്പോസിബിൾ ആണ്. ഇതിനകത്തുനിന്ന് ബാക്കിൽ കൃത്യമായ ഡാറ്റ കിട്ടാതെ, അതായത് ഇത് എങ്ങോട്ടൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് കൃത്യമായി ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ക്യാൻഡിലിന് എൻഗൾഫിംഗ് ആയിട്ട് നാളെ ഒരു ക്യാൻഡിൽ വരും എന്നാണ്. എൻഗൾഫിംഗ് ആയി വന്നിട്ട് മുകളിലോട്ട് കയറി പോകുന്ന രീതിയിലായിരിക്കും നാളെ വരിക. അതായത് നാളെ ഈവൻ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും ഇതിന് നമുക്ക് എൻഗൾഫിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക. എന്നിട്ട് അത് ഒരു മുകളിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാം. ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കും ഇന്നത്തെ ഡേ ഹൈ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസങ്ങൾ മാർക്കറ്റ് ഇങ്ങനെ കളിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ RSIയും കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒറ്റയടിക്ക് കയറി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് അപ്പ് ഡൗൺ ഇന്നിപ്പോൾ മാർക്കറ്റ് അപ്പ് ആണെങ്കിൽ കൂടി റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ്, അതായത് എൻഗൾഫിംഗ് ഓപ്പൺ ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽ വരും, മറ്റന്നാൾ അതിൻ്റെ താഴോട്ട് റെഡ് ക്യാൻഡിൽ വരും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും RSI ഒക്കെ അതിൻ്റെ നോർമൽ പൊസിഷനിലെത്തും. അതോടുകൂടി വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ തുടങ്ങും. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും തിരിച്ച്, അതായത് ബാങ്ക് നിഫ്റ്റിയും RSI ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് ഇനി കുറച്ച് ദിവസങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഒന്നുകിൽ എൻഗൾഫിംഗ് വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിലുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും വരിക. 43,205 മുതൽ 621 ഇടയിലുള്ള ഒരു റേഞ്ചിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നാളെ തരിക. ഇത് കുറച്ച് ദിവസങ്ങൾ ഇനി ഈ രീതിയിൽ അപ്പ് ഡൗൺ പോകും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് നേരെ സ്ട്രൈറ്റ് അപ്പ് പോകാൻ സാധ്യതയുള്ളത്. അതുവരെയും നമ്മൾ ഈ ഒരു സംഭവങ്ങൾ കുറച്ച് ദിവസം സഹിക്കേണ്ടി വരും. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിട്ട് വരുന്നില്ല. കാരണം മാർക്കറ്റിൽ മൊമെൻറ്റം ഉണ്ടായാൽ മതി, അവർക്ക് അപ്പ് ഓർ ഡൗൺ അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഹെഡ്ജ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള മുകളിലോട്ടും താഴോട്ടും ചാഞ്ചാട്ടം വരുമ്പോൾ. അതേപോലെ ഫിൻനിഫ്റ്റി ആണെങ്കിൽ ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഡിറ്റോ തന്നെയാണ്. അതിനകത്തും വലിയൊരു സംഭവങ്ങളൊന്നും പറയാനില്ല. പ്രതീക്ഷിക്കുന്നത് എൻഗൾഫിംഗ് ആയിട്ട് ഈ രീതിയിൽ നാളെ ഒരു ക്യാൻഡിൽ വരും എന്നാണ്. അപ്പോൾ ഈ ഒരു ഹൈ നാളത്തോട് ടച്ച് ചെയ്യും ആയിരിക്കണം. ഇതൊന്നും കൃത്യമായിട്ട് പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്ത് ആരും ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഒരു ഏകദേശം കുറേ കാര്യങ്ങൾ അവലോകനം ചെയ്തതിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്തും അബദ്ധങ്ങൾ സംഭവിച്ചു പോകാം. അതുപോലെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ സംസാരിച്ച അന്ന് ഇവിടെ ക്യാൻഡിൽ വരും എന്ന് സംസാരിച്ച അന്നാണ് HDFCയുടെ പ്രശ്നങ്ങൾ വന്ന് മാർക്കറ്റ് താഴോട്ട് പോയത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ 100% കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല. കുറേ സിഗ്നൽസ് തരുന്നതിനനുസരിച്ച് ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഊഹിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഡിഫിക്കൽറ്റീസ് ഇതിനകത്ത് ഉണ്ടാവും. അതേപോലെ പരാജയ സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. 1% വിജയസാധ്യതയാണ് ഞാൻ അവകാശപ്പെടുന്നത്. 1% 99% പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നാളത്തേക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ.
ഒത്തിരിയും ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉപകാരപ്പെടും. അതുപോലെ കൃത്യമായിട്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മാർക്കറ്റിൽ സാധ്യമല്ല. സോ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.